ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തുണ്ട്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ട്യൂസ്ഡേ ആഫ്റ്റർനൂൺ ഞാനിപ്പോൾ പെപ്പനെ വിളിക്കാൻ പോവുകയാണ് ഈ ചാനുമായിട്ട്. ലോങ് വീഡിയോസ് കുറച്ച് നാളായതുകൊണ്ട് തന്നെ ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളില്ല കേട്ടോ. ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് ചൂട്, ഇടയ്ക്ക് ഒരുമാതിരി തണുത്ത കാലാവസ്ഥ, അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ്ഡപ്പാണ്. എന്തായാലും അവൻ്റെ സ്കൂൾ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന കോലമാണ്. വിടുമ്പോഴത്തേക്ക് ജമ്പറും ടൈയും എല്ലാം കൂടി ഇട്ടാണ് വിടുന്നതെങ്കിലും തിരിച്ചു വരുന്നത് ഈ കോലത്തിലാണ്. എല്ലായിടത്തും അടുക്കി പറക്കി വെച്ചിട്ട് ഇനി കുക്കിംഗ് പരിപാടിക്ക് കയറണം. ഇതിനിടയ്ക്ക് ഒരു ചെറിയ ടോക്കും കാര്യങ്ങളൊക്കെ നടക്കും ഇവനുമായിട്ട്. എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ കൊടുത്ത് അവിടെ സൈഡിലാക്കിയിരുത്തും. കൊണ്ടുപോയതാ ജമ്പറൊക്കെ ബാഗിൽ നിന്നാണ് പുറക്കിയെടുക്കുന്നത്. ഇട്ടുകൊണ്ട് പോകുന്ന സാധനം എന്തിനാടാ ഊരി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ചൂടാണെന്ന്. ഇവിടെ പൊതുവേ തണുപ്പാണിപ്പോൾ, അവന് മാത്രം ചൂട്. എന്തായാലും അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയതിന് ശേഷം കുക്കിംഗ് പരിപാടിയിലോട്ട് കയറി. പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഞ്ച് മാത്രം ഒന്ന് പെട്ടെന്ന് സെറ്റാക്കിയാൽ മതി. കൊഞ്ചിനധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നാക്കാനും പറ്റും. കൊഞ്ചൊന്ന് കറിയാക്കുന്നതിന് ഇടയ്ക്കൂടെ ഞാൻ വിചാരിച്ചു മോരും കൂടെ കറിയാക്കാമെന്ന്. കൊഞ്ചൊരുമാതിരി ഒരു റോസ്റ്റ് പരുവത്തിലെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് മോരാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ടെങ്കിലും അതൊന്നും വേണ്ട, കൊഞ്ച് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നിതാക്കാം. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കറിക്കും ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ചില സാഹചര്യങ്ങളിൽ വെറൈറ്റി പിടിക്കാറുമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നോർമൽ കറിയാണ്. കടുക് പൊട്ടിക്കുക, പിന്നെ ഉള്ളി ഇടും, പിന്നെ മൂപ്പിച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് മസാലക്കൂട്ടങ്ങളൊക്കെ ഇടും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഇടും. പിന്നെ മസാല ഐറ്റംസായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, പിന്നെ മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ ചിക്കൻ മസാല ചേർക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചേർത്തില്ല കേട്ടോ, ഗരം മസാല ചേർത്തത് കൊണ്ടാണ്. അങ്ങനെ ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെയും വഴറ്റിയിട്ട് തക്കാളി ഇട്ട് നമ്മുടെ കൊഞ്ച് കട്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പൊതുവേ പെട്ടെന്നുള്ള കറികളൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടാറാണ് പതിവ്. പിന്നെ എന്തെങ്കിലും പ്രത്യേകപരമായ സാഹചര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമോ. തേങ്ങാപ്പാലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഞാനൊരു കൊല്ലംകാരിയാണ് കേട്ടോ. കൊല്ലത്ത് എൻ്റെ വീട് ശക്തികുളങ്ങരയിലാണ്. ശക്തികുളങ്ങരയെന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പറയുമ്പം ഈ നീണ്ടകര പാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ ഒരു കുരിശടി ഉണ്ടല്ലോ, അതാണ് ശക്തികുളങ്ങര സൈഡ്. അപ്പം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഫിഷ് ഐറ്റംസൊക്കെ കൂടുതൽ കിട്ടും. അങ്ങനെ ഈ കൊഞ്ച് കിട്ടുമ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യാറ് നല്ല തേങ്ങയൊക്കെ അരച്ച് മുരിങ്ങയൊക്കെ ഇട്ട് നല്ലൊരു കൊഞ്ചേറി വയ്ക്കും. അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പക്ഷേ എൻ്റെ കെട്ടിയവനത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് തേങ്ങാക്കറി അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും കൊഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനത്തെ കറി വയ്ക്കുന്നത്. പിന്നെ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി ആ കറി വെച്ച് കൂട്ടിയിട്ടുമുണ്ട്. കാരണം ചില സമയത്ത് നമുക്ക് നൊസ്റ്റു അടിക്കുമല്ലോ, അപ്പം വേറൊരു ഓപ്ഷനും ഇല്ലാത്തപ്പം അത് ചെയ്യാറുണ്ട്. എന്തായാലും ഇനി ഒരു ദിവസം വെക്കുമ്പോഴത്തേക്ക് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കൊഞ്ച് കറി അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ഇതിനിടയ്ക്ക് നമുക്കൊന്ന് മോര് കാച്ചാം. എൻ്റെ മോര് കാച്ചലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് കറക്റ്റാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഇത് ഇവിടെ പൊതുവേ ഇതാണ് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് എണ്ണ മൂപ്പിക്കുക, കടുക് ഇടുക, ഉള്ളി ഇടുക, പച്ചമുളക് ഇടുക, കറിവേപ്പില ഇടുക. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഞാൻ ഇഞ്ചിപ്പൊടിയോ അല്ലെങ്കിൽ ഇഞ്ചിയോ കട്ട് ചെയ്തിടും. അത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഈ തൈരിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഒഴിക്കും. തൈര് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതിന് നല്ലത് ജസ്റ്റ് തൈര് മാത്രമായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം മസാല ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയോ ഒരു ലേശം ഒരു പൊടിക്ക് മുളക് പൊടിയും കൂടി ഇട്ട് സെറ്റാക്കി എടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ, എളുപ്പമാണ്, പെട്ടെന്ന്. ഇത് പിന്നെ ഒരുപാട് നമ്മൾ വേവിക്കാനൊന്നും നിൽക്കത്തില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു പിരിപിരാ പോലെ കിടക്കും. ഇതിനിടയ്ക്കൂടെ എൻ്റെ പുത്രൻ വന്ന് സ്നാക്സ് കഴിച്ചുകൊണ്ട് പോകുന്ന രംഗം കൊണ്ട് കണ്ടത്. ഒരു സൈഡിൽ കൂടെ സ്നാക്സ് കഴിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. ഇനിയിപ്പോൾ ഫുഡെല്ലാം ഒന്ന് വിളമ്പി വയ്ക്കുക, ഈച്ചാനെ വിളിക്കുക, കഴിക്കുക. പെപ്പ നേരത്തെ തന്നെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കൊച്ചിന് ഫോൺ റെസ്ട്രിക്റ്റഡ് ആയിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് ഇച്ചിരി നേരത്തേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫോണും കണ്ട് അവനൊരു സൈഡിൽ നിന്ന് കഴിക്കട്ടെ. ഇങ്ങനെ വീട്ടിലെല്ലാവരും കൂടെ ഉള്ള ദിവസം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും ഒരു രസമാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ, ടേക്ക് കെയർ. മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് നെക്കിക്കോ കേട്ടോ. അപ്പോൾ സീ യു.